ഈ വീഡിയോ ഞാൻ മുമ്പേ കണ്ടതാണ്. എനിക്ക് പനി ഈ 2-3 ദിവസം ഞാൻ ഭയങ്കരമായിട്ട് കിടപ്പിലായിരുന്നു. അപ്പോൾ എനിക്ക് റിയാക്ട് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. പക്ഷെ ഞാൻ അത് റിയാക്ട് ചെയ്യുന്ന എനിക്ക് എൻ്റെ മനസ്സിലെ ഉറപ്പിച്ചെടുത്താം. ഗൈസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു എത്ര ആൾക്കാർ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാലും കുറച്ചധികം ആൾക്കാർ പാക്കഡായ ഒരു സ്ഥലമായിരുന്നു. അങ്ങനെ ഉള്ളൊരു സ്ഥലത്ത് പെർഫോം ചെയ്യാൻ വന്ന ഒരു കലാകാരനെ നിലത്ത് ഏതോ ഒരു ചാവാലിപ്പട്ടി നോക്കി നോക്കി പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കേട്ടെ ഗൈസ്. അതായത് നമുക്കൊരാളെ അതായത് ബഹുമാനിക്കാൻ പറ്റിയില്ലെങ്കിലും അവരെ ഇത്ര ആൾക്കാരെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പറയാ, അത് വലിയൊരു മാസാന്ന് സ്വയം ചിന്തിക്കുക. അവൻ പറയാ ഞാൻ എൻ്റെ കാശ് കൊടുത്ത് തന്നെ, അതായത് നമ്മുടെ സ്വന്തം കാശ് കൊടുത്ത് നമ്മൾ എവിടെ പോയി നമുക്കിത് തന്നില്ല എമ്മത്തരം വിളിച്ച് പറയാന്നാണോ ഇതിൽ കൂടെ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും അവൻ നല്ലൊരു തന്തയില്ല എന്ന് എനിക്ക് മനസ്സിലായി ഇതിൽ കൂടെ. അപ്പോൾ ഇവനോടൊന്നല്ല ഞാൻ സംസാരിക്കാൻ വേണ്ടി തന്നെ ഗൈസ്, നിങ്ങളോടാണ്. ഇപ്പം നമ്മളായാലും ആരായാലും ഒരു പൊതുവായി നിൽക്കുന്ന ആൾക്കാരോട് നമുക്ക് എന്തെങ്കിലും നമ്മളെ എൻ്റർടൈൻ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരൊന്നും നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒന്ന് കളിയാക്കരുത് ഗൈസ്. അത് വളരെ മോശമായിട്ടൊരു കാര്യമാണ്. നിങ്ങൾക്ക് അവരെ ബഹുമാനിക്കാൻ പറ്റിയെങ്കിൽ വേണ്ട, നിങ്ങൾ അവരുടെ പ്രോഗ്രാമിന് അവർ നിങ്ങൾ ക്ഷണിക്കണ പോലില്ല. നിങ്ങൾ പോവണ്ട. അവരുടെ പ്രോഗ്രാം കാണാനും അവർ കേൾക്കാനും വരുന്ന 100 കൂട്ടം ആൾക്കാർ വേറെ ഉണ്ട്. അവർ കണ്ടോളൂ. നിങ്ങൾ ഇത്ര കടത്ത് കഴിച്ച് അങ്ങോട്ട് ചെല്ലണം എന്തിനാ? ഒരു കാര്യമില്ലാണ്ട് പോയി. അതായത് നമ്മളെ പോലുള്ള ഫാൻസിനാണ് അത് ബുദ്ധിമുട്ടാണ്. ഞാൻ ആസ് എ ഫാൻ ബോയ് ആണ് ഞാൻ റിയാക്ട് ചെയ്യാൻ വന്നത്. MC കൂപ്പറിൻ്റെ പാട്ടുകൾ കേൾക്കുന്നതാണ്, വേടൻ്റെ പാട്ടുകൾ കേൾക്കുന്നത്, ഡബ്സിയുടെ പാട്ടുകൾ കേൾക്കുന്നതാണ്. ഇവരൊക്കെ പാട്ടുകൾ ഞാൻ കേൾക്കുന്ന. അപ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ള അതായത് അവർ ഇത്രയും പേരെ എൻ്റർടൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമല്ലേ. അവരെ വോക്കലിലാണ് അത് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരവിടെ എന്തോ ചെയ്തോട്ടെ, ആ സ്റ്റേജിൽ അവരെന്ത് ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ എൻ്റർടൈൻഡ് ആവുന്നുണ്ടോ അതാക്കിയാൽ പോലെ. അല്ലാണ്ട് ഇതിപ്പോൾ വെറുതെ കിടന്ന് കുരയ്ക്കുക, വെറുതെ കിടന്ന് ഒരാളെ തെറി പറയണവൻ. ഗൈസ് അവിടെ ആണുങ്ങളാരും ഉണ്ടായില്ലേ? നിങ്ങൾക്ക് ഞാനങ്ങനെയായിരുന്നു ഞാൻ എന്തായാലും ചോദിച്ചത്. പിന്നെയുള്ള കാര്യങ്ങൾ പിന്നെ. അപ്പോൾ ഇത് പറയണമെന്ന് തോന്നി ഗൈസ്. അപ്പോൾ ബൈ ഗൂയ്സ്, ടാറ്റാ.